നമുക്കുണ്ട് ഇതിവിടെ നമ്മുടെ കൃഷി ചെയ്ത് പെല്ലറ്റിൽ കൃഷി ചെയ്തൊരു കൂൺതടമാണ്. ഇതാണ് നല്ല രീതിയിലാണ് കൂണ് വളർന്നു നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഇതുപോലെ നമുക്ക് വീട്ടില് എങ്ങനെ ഒരു കൂൺതടം ചെയ്ത് കൂൺ വിളം എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാല് 1 കിലോ പെല്ലറ്റ്, അത് ഇത് 14 ഇഞ്ച് വീതിയും 24 ഇഞ്ച് നീളമുള്ള PP കവറാണ്. അതിൽ നമ്മൾ 1 കിലോ പെല്ലറ്റ് നമ്മൾ എടുത്തേക്കാണ്. കണ്ടത് ഇത് നമ്മുടെ റബ്ബറിന്റെ അറക്കപ്പൊടി പെല്ലറ്റാക്കി എടുത്തതാണ്. ഇതാണല്ലോ പെല്ലറ്റ്. അതുപോലെ 1 കിലോ പെല്ലറ്റ്. നമുക്ക് പിന്നെ വേണ്ടത് 1 കവർ കൂൺ വിത്ത്. നമുക്ക് 1 കവർ കൂൺ വിത്ത്, നമുക്ക് കാൽസ്യം കാർബണേറ്റ്, അതിനോടൊപ്പം തന്നെ മൈക്രോപോർ ടേപ്പ്. ഇത്രയും സാധനമാണ് നമുക്ക് ഒരു തടം ചെയ്യാനെ കൊണ്ട് നമുക്ക് വേണ്ടത്. ഇപ്പൊ 1 കിലോ പെല്ലറ്റിന് നമുക്ക് ഈ 1 കവർ വിത്ത് 2ആയിട്ട് വേണം ചെയ്യാം. 2ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 500 മുതൽ 600 ഗ്രാം കൂണ് കിട്ടും. പക്ഷെ ഇത് ഫുള്ളായിട്ട് 300 ഗ്രാം നമുക്ക് ഇടുവാണെങ്കിൽ ഏകദേശം 1.5 മുതൽ 2 കിലോ കൂണോളം നമുക്ക് ഒരു തടത്തിൽ നിന്ന് നമുക്ക് വിളവ് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ നമ്മൾ പറയുന്നത് ഏകദേശം ഈ 1 കിലോ പെല്ലറ്റിന് 300 ഗ്രാമിന്റെ വിത്തിടാനാണ് പറയുന്നത്. ഈ 1 കിലോ പെല്ലറ്റില് നമ്മൾ 1.5 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ ഏകദേശം 2.5 കിലോ വെയിറ്റ് വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു തടത്തില് 300 ഗ്രാം വിത്തിടാനാണ് നമ്മൾ പൊതുവെ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ഈ 1 കിലോ പെല്ലറ്റിനകത്തോട്ട് 1.5 ലിറ്റർ ശുദ്ധജലം, ഇത് 100 ഡിഗ്രി സെൽഷ്യസ് 100 മുതൽ 110 ഡിഗ്രി സെൽഷ്യസിൽ നല്ലതുപോലെ തിളച്ചതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇതുപോലെ 5 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ചേർത്ത് കൊടുക്കുന്നു. ഇതുണ്ടോ, 5 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ചേർത്ത് നല്ലപോലെ ഇളക്കുന്നു. ഇത് നമ്മുടെ പെല്ലറ്റിന്റെ pH ക്രമീകരിക്കുന്നതിനും രോഗകീടങ്ങൾ ഏൽക്കാതിരിക്കുന്നതിനും നല്ല രീതിയിൽ വളരുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന 1 കിലോ പെല്ലറ്റിലേക്ക് 1.5 ലിറ്റർ ശുദ്ധജലം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടാല് വീട്ടിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മൈക്രോപോർ ടേപ്പ് നമുക്ക് ഒട്ടിക്കാം. അതുപോലെ മൈക്രോപോർ ടേപ്പ് ഒട്ടിക്കാതെ വേണമെങ്കിൽ നമുക്കിത് 8 മുതൽ 12 മണിക്കൂർ നമ്മളിത് തണുക്കുന്നതിന് വേണ്ടി വെക്കുന്നു. അപ്പൊ ഇത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മുടെ റൂമിലോ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് വെച്ചാൽ മതി. ഏകദേശം 12 മണിക്കൂർ ആകുമ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ തണുക്കുകയും തണുത്ത് ഇത് പൊടിഞ്ഞ് പൗഡറായിട്ട് കിട്ടും. ഇപ്പൊ നമ്മളിത് ഏകദേശം 12 മണിക്കൂർ 1 ലിറ്റർ വെള്ളം ഒഴിച്ച് തണുത്ത് പൗഡറായിരിക്കുന്ന പെല്ലറ്റാണ് ഇത്. കണ്ടോ, നമ്മളിത് പൊട്ടിക്കുകയാണ്. ഇത് കണ്ടോ, നമ്മൾ പൊട്ടിക്കുന്നത് ഇതുപോലെ ഇരിക്കും. കണ്ടോ, നല്ലപോലെ പൊടിയിരിക്കുന്നുണ്ടോ. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ തുറന്നതിന് ശേഷം ഇതിനുള്ളിലേക്ക് എയർ നിലനിർത്തുക. കണ്ടോ, നല്ലപോലെ പൊടിച്ചാണ്. നല്ലപോലെ പൊടിച്ച് ഇതിന്റെ അടിവശം നമുക്ക് വൃത്താകൃതിയിൽ വരുന്നതിന് വേണ്ടി നമ്മളിതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം, വൃത്താകൃതി വരാൻ വേണ്ടി. കണ്ടല്ലോ, ഏകദേശം 1 കിലോ പെല്ലറ്റില് 1.5 ലിറ്റർ വെള്ളം തിളപ്പിച്ചൊഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 2.5 കിലോ വെയിറ്റ് ആയിട്ടിരിക്കും. ഇതാണ് നമ്മുടെ ഒരു പെല്ലറ്റിന്റെ കൂൺതടം എന്ന് പറയുന്നത്. അപ്പോൾ അടിവശം നമുക്ക് റൗണ്ടിൽ വരുന്നതിന് വേണ്ടി അടിയിൽ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് 300 ഗ്രാം വിത്താണ് നമ്മളിവിടെ ചേർക്കുന്നത്. ഇതാണ് നമ്മുടെ വിത്ത് കാണിക്കാം. ഇതുണ്ടല്ലേ, നമ്മുടെ ഇവിടെ നിന്ന് കൊടുക്കുന്ന കൂണിൻ്റെ വിത്താണ്. കണ്ടോ, ഏകദേശം നല്ലപോലെ മൈസിൽ നല്ലപോലെ വളർന്ന്
നല്ല രീതിയിൽ മെച്ചുറായി നിൽക്കുകയാണ്. ഉണ്ടോ? ഇതാണ് നമ്മുടെ കൂണിന്റെ വിത്ത്. ഉണ്ടോ? ഇത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാമെങ്കിലും നമ്മളിവിടെ ചെയ്യുന്നത് ഇതിനുള്ളിലേക്ക് പച്ചമൊന്ന് ഇട്ട് കൊടുക്കുന്നു. വിത്തുണ്ടോ? ഇത് നമ്മൾ കൊടുക്കുന്ന ചിപ്പിക്കുളൻ്റെ വിത്താണ്. നമ്മളിതിന് നെല്ലിലുള്ള ചോളക്കണ്ടിൽ നമ്മൾ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മുടെ കുത്തിടുന്നു. നേരെ പിടിച്ചു വെക്കും. ഇത് നമുക്ക് ഒരു കൂന്തളം നമ്മൾ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ഒരു കൂന്തളം റെഡിയായി. ഇനി ഇതിന്റെ മുകളില് കവറിനുള്ളില് എയർ ഇതുപോലെ നിലനിർത്തി വേണം നമുക്ക് മൈക്രോപോർ ടേപ്പ് ഒട്ടിക്കേണ്ടത്. ഇതിങ്ങനെ വേണം തിരിച്ചു ഒട്ടിക്കാൻ. നമുക്കിങ്ങനെ ഇപ്പത്തോടെ ഒന്നുകൂടെ വേണമെങ്കിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് നല്ല സേഫായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കൂന്തളം ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ അതിനുശേഷം നമുക്കിത് ഏതാ ചെയ്തെന്ന് വെച്ചാൽ ഡേറ്റ് വിട്ട് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൂന്തളമായി ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ചിപ്പിക്കൂണിന്റെ തടം നമ്മൾ ചെയ്ത് ഇതിന് ശേഷം ഇത് നമ്മുടെ സാധാരണ റൂമില് 25 മുതൽ 27 അല്ലെങ്കിൽ 28 ഡിഗ്രി അന്തരീക്ഷ ഊഷ്മാവില് ഇത് കായിക വളർച്ചയ്ക്ക് വേണ്ടി വെക്കുന്നു. ഇത് ഏകദേശം ചെയ്ത് 3 മുതൽ 5 ദിവസമാകുമ്പോഴും നമുക്ക് ഇതുപോലെ കണ്ടല്ലേ, ഇതുപോലെ കൂന്തള ഇങ്ങനെ നല്ല രീതിയിൽ വളർന്ന് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് ഏകദേശം ഒരു 5 ദിവസം 3 ദിവസമായ തടവാണ്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് മൈസീലം നമുക്ക് വളരും. അപ്പൊ ഇത് കണ്ടില്ലേ, നമുക്ക് നല്ലപോലെ മൈസീലം വളർന്നില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ മൈസീലം വളർന്ന് ഏകദേശം 15 മുതൽ 18 ദിവസം കൊണ്ട് ഇത് പൂർണ്ണ വളർച്ച എത്തുകയും 18 ദിവസമായ ചിപ്പിക്കൂന്തളം നമ്മൾ എടുക്കുന്നതിന് ഇതിന്റെ മുകൾ ഭാഗം നല്ല ടൈറ്റ് ആയിട്ട് കിട്ടുന്നു. കണ്ടോ? ടൈറ്റായിട്ട് കെട്ടുന്നു. ഇത് കെട്ടിയതിന് ശേഷം നമ്മുടെ ഈ കൂന്തടം നമ്മൾ ഉറിയിലോട്ട് വെക്കേണ്ടതാണ്. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബ്ലേഡ് കൊണ്ട് ഇത് കണ്ടല്ലേ ഇങ്ങനെ ക്രോസ് ആയിട്ട് അല്ലെ എങ്ങനെ ഉണ്ട് നമുക്ക് 1 ഇഞ്ച് നീളത്തിലോ അടിവശവും മുകൾവശവും വശങ്ങളും നമ്മൾ കീറി കൊടുക്കുന്നു. കണ്ടോ? ഇതുപോലെ കീറി കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഉറിയിലേക്ക് ഇവിടുത്തെ നമ്മൾ ചെയ്ത ഉറിയാണ്. ഇതുപോലെ ഉറിയിൽ വെച്ചതിന് ശേഷം ഇത് ഉറിയിൽ വെച്ചു. ഇതിന് ശേഷം നമുക്ക് രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയ്ക്ക് ഒരു നേരം, ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും ഇടയിൽ ഒരു നേരം, വൈകിട്ട് അതായത് ഉച്ച കഴിഞ്ഞ് 2 മണിക്കും 3 മണിക്കും ഇടയിൽ ഒരു നേരം നമുക്ക് മഗ്ഗിനകത്ത് വെള്ളം എടുത്ത് നമ്മൾ കോഴി ഇതുപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 മുതൽ 5 ദിവസമാകുമ്പോൾ ഇതിൽ നിന്നും കൂൺ മുകുളങ്ങൾ ഉണ്ടാകുകയും ഏകദേശം മുകുളങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ നമുക്കിത് വിളവെടുക്കുകയും ചെയ്യാം. ഏകദേശം ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 3-ാമത്തെ ദിവസം മുകുളം വരികയും ഇതുപോലെ തന്നെ പലരും ചോദിക്കാറുണ്ട്, കൂണ് ഇതുപോലെ തന്നെ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാല് എങ്ങനെ കൂണ് വിളവെടുക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിന്റെ ചെറിയ മുകളങ്ങൾ നിറച്ചിട്ട് ബാക്കിയാണോ എടുക്കേണ്ടത്, അതോ കത്തി കൊണ്ട് മുറിച്ചെടുക്കാവോ, ബ്ലേഡ് കൊണ്ട് മുറിക്കാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു കാരണവശാലും കൂണ് നമ്മൾ വിളവെടുക്കുമ്പോൾ ഇതിന്റെ അവശിഷ്ടം കൂൺതടങ്ങളിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ കൂണില് പല രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ ചോദിച്ചാൽ നമ്മൾ എപ്പോഴും കൂണ് വിളവെടുക്കുമ്പം
ഇതുപോലെ തന്നെ കണ്ടില്ലേ, അടിയിൽ നിന്ന് നമ്മൾ കൂട്ടി നമ്മളിതിൽ അടത്തി വേണം എടുക്കണം. കണ്ടോ, ഇതുപോലെ നമ്മൾ അടത്തി നമ്മൾ കൂണ് വിളവെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ അടത്തി ആയിരിക്കണം നമ്മൾ കൂണ് വിളവെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഈ നെൽമണി ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ചുവട് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഉണ്ടോ, നമുക്ക് ഇത്രയും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നമുക്ക് എന്താ പറയുന്നത്, കറി വയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കാനോ അല്ല ഇത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇതിപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്, കഴിഞ്ഞപ്പോൾ തന്നെ ഇത് പൊട്ടി താഴെ പോയത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കൂണ് വിളവെടുക്കേണ്ടത്. ഇത് കണ്ടല്ലേ, ഇതിപ്പോൾ നമുക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശകലം പോലും അതിൻ്റെ അവശിഷ്ടമില്ല. കണ്ടോ, ശകലം പോലും അവശിഷ്ടം ഇരിക്കാൻ പാടില്ല. ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് വേണം നമ്മൾ വിളവെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതുപോലെ കൂൺ കൃഷി ചെയ്ത് പഠിച്ച് ഒരു വരുമാന മാർഗമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കില് നമുക്ക് 2 കൂൺതടങ്ങൾ ചെയ്ത് കൂൺ വിളവെടുക്കുന്നതിന് വേണ്ടി നമ്മൾ തരുന്നത് 2 കിലോ പെല്ലറ്റ്. കണ്ടില്ലേ, 2 കിലോ പെല്ലറ്റ് കവറിനകത്ത് പാക്ക് ചെയ്ത് 2 കിലോ പെല്ലറ്റ്, അതായത് 2 കവറ്. പിന്നെന്താ വരുന്നേ, ഇതുപോലെ മൈക്രോപോർ ടേപ്പ്, ഇതൊരു മൈക്രോപോർ ടേപ്പ്. പിന്നെ നമുക്ക് കൂണിന്റെ വിത്ത്, പിന്നെ ഇതിന്റെ കൃഷി രീതി വിവരിക്കുന്ന ബുക്ക്ലെറ്റ്, ഇതെല്ലാം കൂടെ നമുക്ക് അതിനോട് ഇപ്പൊ കാൽസ്യം കാർബണേറ്റ് ഏകദേശം ഒരു തടത്തിന് 5 ഗ്രാം കാൽസ്യം കാർബണേറ്റ് എന്ന നിലയിൽ കാൽസ്യം കാർബണേറ്റ് ഉൾപ്പെടെ നമ്മൾ 245 രൂപയ്ക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലാതെയോ നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചിടുന്നുണ്ട്. ഏകദേശം കൊറിയർ അയക്കുമ്പോൾ കൊറിയർ ചാർജ് നമുക്ക് ചെറിയൊരു എമൗണ്ട് അഡീഷണൽ വരുന്നുണ്ട്. അതിനോടൊപ്പം ഇത് നമ്മൾ കൊറിയർ അയച്ചു തരുന്നതിനോടൊപ്പം തന്നെ തികച്ചും സൗജന്യമായിട്ടാണ് വീഡിയോ കോളിലാണെങ്കിലോ അല്ലാതെ വ്യക്തിപരമായിട്ട് ഫോണിലൂടെ ആണെങ്കിലും നമ്മൾ ട്രെയിനിങ് തരുന്നത്. ഇപ്പൊ ഈ ഒരു കഴിഞ്ഞിട്ട് 3-4 മാസമായിട്ട് ഏകദേശം നമുക്കൊരു 10,000-15,000 ആൾക്കാർ നമുക്ക് ഓൺലൈൻ ട്രെയിനിങ്ങിന് പങ്കെടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തമായിട്ട്. ഇതെല്ലാവരും നല്ല രീതിയിൽ നമുക്ക് ഇവിടുന്ന് സക്സസ് ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വീട്ടിൽ ചെയ്ത് നമ്മുടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വിറ്റാമിനും മിനറൽസും പ്രോട്ടീനും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന കൂണിന്റെ ഉപയോഗം കൂട്ടുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇതിൽ താല്പര്യമുള്ളവര് നമ്മുടെ ചെങ്ങന്നൂർ കൂൺ കൃഷി പരിശീലന കേന്ദ്രത്തിന്റെ ലാൻഡ് ഫോൺ നമ്പറായ 0479 245 40 54 എന്ന ലാൻഡ് ഫോൺ നമ്പറില് 96 56 21 39 28 എന്ന മൊബൈൽ നമ്പറിലോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടുന്ന് ഒരു യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് ട്രെയിനിങ് തരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളിലും നമ്മൾ ഇവിടുന്ന് തരുന്നുണ്ട്. അതിൽ കൂൺ കൃഷിയെ കുറിച്ച് ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണം. അതിനൊപ്പം തന്നെ കൂൺ കൃഷിയെ കുറിച്ചുള്ള നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും നിങ്ങൾ കമന്റ് ചെയ്യാം. ആ കമന്റിന് വ്യക്തമായ മറുപടി തരുന്നതാണ്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ചെങ്ങന്നൂർ കൂൺ കൃഷി പരിശീലന കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും ഇത് ചെയ്യണം. എല്ലാവരും വീട്ടിൽ കൂൺ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് ഉപയോഗിച്ച് നമുക്കിന്ന് വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെ തടയുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്.